ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതേ നമ്മൾ പാല ബ്രില്യൻ്റ് ക്യാമ്പസിലേക്കാണ് അതായത് മുത്തോളി ക്യാമ്പസിലേക്കാണ് പോകുന്നത്. അവർക്ക് കേരളത്തിൽ ഒട്ടാകെ 8 സെൻറ്ററിലാണ്, അതായത് അതിലുള്ള മെയിൻ സെൻറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ മലപ്പുറം കോട്ടക്കലിൽ നിന്നാണ് അവരുടെ യാത്ര ആരംഭിക്കുന്നത്. അവർ പുതിയ ഒരു ക്യാമ്പസ് കോട്ടക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസിനെ കൊണ്ടാണ് അവർ മെയിൻ ക്യാമ്പസിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ അഡ്മിഷന് വേണ്ടിയല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കൂടെ പോകുന്നു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ഈ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. ഫുൾ AC ബസ്സാണ്. അതൊക്കെ അവരെ തന്നെയാണ് അറേഞ്ച് ചെയ്തത്. അങ്ങനെ കോട്ടക്കൽ നിന്ന് ഏകദേശം 10:40 യാത്ര ആരംഭിച്ചത്. അപ്പോൾ ഏകദേശം ഒരു 5-6 മണിക്കൂർ യാത്ര ഉണ്ട് നമ്മൾ മുത്തോളി ക്യാമ്പസിലേക്ക്. നമ്മൾ സ്റ്റോപ്പ് പറയുന്നത് ഒന്ന് ഫ്രഷ് ആക്കാൻ നമ്മൾ ബ്രില്യൻറ്റിലെ തൃശ്ശൂർ ക്യാമ്പസിൽ ഇറങ്ങും. അവിടുന്ന് ഫുഡ് കഴിക്കും. പിന്നെ നേരെ അവരുടെ മെയിൻ ക്യാമ്പസിലേക്കാണ് യാത്ര. അങ്ങനെയാണ് ഇവരുടെ ഷെഡ്യൂൾ വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാട്ടോ ബ്രില്യൻറ്റ് പാല കാണാൻ പോകുന്നത്. ഞാൻ ഇതുവരെ സൈലത്തിൻ്റെ ക്യാമ്പസിലേക്ക് നേരത്തെ പോയിരുന്നു. അപ്പോൾ ബ്രില്യൻറ്റ് ഇത് കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നു അല്ലാതെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ബ്രില്യൻറ്റിലെ പാല മുത്തോളി ക്യാമ്പസിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് തൃശ്ശൂരിലാണ്. അതായത് ഉച്ചയ്ക്ക് ഫ്രഷ് ആകാനും ഫുഡ് കഴിക്കാനൊക്കെ തൃശ്ശൂരിലാണ് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ ഇവർക്ക് ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഫ്രഷ് ആകുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഹോട്ടൽ നവ്യ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ് അവർ ഫുഡ് അറേഞ്ച് ചെയ്തത്. ഇതാണ് തൃശ്ശൂർ ക്യാമ്പസ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫ്രഷ് ആയതൊക്കെ. പിന്നെ അവരുടെ നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടൽ, അതായത് റെസ്റ്റോറൻ്റ് ആയുള്ള നവ്യ, ഹോട്ടൽ നവ്യക്കാണ് ഞങ്ങൾ പോയത്. തൃശ്ശൂർ ബ്രില്യൻ്റ് ക്യാമ്പസിൽ നിന്നും ഫ്രഷ് ആയതിനു ശേഷം നേരെ പോയത് അവിടെ പാല മുത്തോളി ക്യാമ്പസിലേക്കാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 6:15 ആയിട്ടുണ്ട്. അതായത് ചായ കുടിക്കുന്ന ടൈമായിരുന്നു. അവിടുത്തെ മെസ്സിൽ നിന്ന് തന്നെയാണ് ചായയൊക്കെ കുടിച്ചത്. ഇതിപ്പോൾ കാണുന്നത് എമറാൾഡ് ഹോസ്റ്റലാണ്. ഭയങ്കര മഴയായതുകൊണ്ട് വീഡിയോ ഒന്നും നേരത്തെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ വേഗം പോയത് റിസൾട്ടുള്ള ഭാഗത്തേക്കാണ്. അപ്പോൾ വലിയൊരു നിരത്ത് തന്നെ ഉണ്ട്. ഒരു ഫ്ലക്സ് ബോർഡിൽ ഫ്ലക്സ് അടിച്ച് വെച്ചിരിക്കണേ. 650 മുകളിലേക്കുള്ള സ്റ്റുഡൻസാണ് ഇത് മുഴുവനും കാണുന്നത്. അതിൻ്റെ എൻ്റെ സൈഡിലായതുകൊണ്ട് 720 കിട്ടിയവരുണ്ട്. അത് നേരത്തെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല മഴ ആയതുകൊണ്ട്. പിന്നെ അവരുടെ ബസ്സിൽ തന്നെ നേരെ പോയത് അവരുടെ ഗാലക്സി ഇൻ എന്ന് പറഞ്ഞ ഹോസ്റ്റലിലേക്കാണ്. ഒരു വലിയ ഗ്രൗണ്ട്, അതിൻ്റെ 2 സൈഡിലായതുകൊണ്ടാണ് അവരുടെ ഹോസ്റ്റൽ വരുന്നത്. 2 വലിയ ഹോസ്റ്റലാണ്. നേരെ ഗാലക്സി ഇൻ പറഞ്ഞ ഹോസ്റ്റലിലേക്ക് ഞങ്ങൾ കയറി. അവിടെ ഒരു സിംഗിൾ റൂമിൽ എന്ന് പറയുമ്പോൾ സിംഗിൾ റൂമിൽ 3 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് 3 ബെഡും 3 സ്റ്റഡി ടേബിൾ വെച്ചാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഹോസ്റ്റലിൽ ലൈബ്രറി സൗകര്യത്തോടു കൂടിയുള്ള സ്റ്റഡി ഹാളും ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഗാലക്സി ഹോസ്റ്റലിൽ നേരെ അവരുടെ ബസ്സിൽ തന്നെ അവരുടെ ക്യാമ്പസിൽ വന്ന് മെസ്സിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രി നമുക്ക് റൈസ് ഉണ്ട്, അതുപോലെ തന്നെ പൊറോട്ട, പല തരത്തിലുള്ള ചപ്പാത്തിയൊക്കെ പോലത്തെ ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് കിട്ടീന്. 8:15 കൂടി വീണ്ടും ഞങ്ങൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു. അവരുടെ ബസ്സിൽ തന്നെയാണ് ഇത് പോയത്. അവരുടെ കോട്ടക്കൽ ക്യാമ്പസുള്ള സ്റ്റുഡൻസിന് വേണ്ടിയായിരുന്നു പോയത്. അതിൻ്റെ കൂടെ ഞാനും പോയതിന്. അപ്പോൾ ഇത് ഫുള്ള് ഈ പോയ ചിലവൊക്കെ അവരാണ് ഏറ്റെടുത്തത്. ഫുഡായാലും ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാട്ടോ ബ്രില്യൻറ്റ് പാലയുടെ ക്യാമ്പസ് കാണുന്നത്. ഒരുപാട് കാണാനും പറ്റിയിട്ടില്ല നേരക്ക്, അതായത് ഭയങ്കര മഴ ആയതുകൊണ്ട്. എങ്കിലും യാത്രയൊക്കെ അടിപൊളിയായിരുന്നു.